കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണമെങ്കിൽ ഞാൻ രഘുട്ടനൊപ്പം വരാം. എന്നിട്ട് എല്ലാം ഞാൻ തന്നെ അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. അതെന്തിനതേ അങ്ങനെ? നിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കിയത് നീയായിരുന്നു. ശബരി അങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് കരുതി നീ അതൊരു വലിയ കുറ്റമായിട്ടൊന്നും കരുതണ്ട മോളെ. കാരണം അവൻ അതിനു മാത്രം നിനക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടവനല്ലേ മോളെ. അതറിയാവുന്നത് കൊണ്ടാണച്ച ഇനി ശബരേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമൊന്നും അല്ലച്ച, ഇവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളാ. കണക്കുകൂട്ടലുകളോ? എന്ത് കണക്കുകൂട്ടലുകൾ? അതൊന്നും ഞാനായിട്ട് പറയുന്നില്ല. എന്റെ വായിന്ന് എന്തെങ്കിലും വീണു പോയാലല്ലേ കുറ്റം. അതുകൂടെ എന്തായാലും രജിസ്ട്രേഷന് അമ്മാവിൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നീ കൂടി ഒന്ന് വരേണ്ടി വരും. നിന്റെ സൈൻ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കും. ശരി, അങ്ങോട്ട് വന്നതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വരും. അതുവരെ അനുചേച്ചിയുടെ വീട്ടിൽ എനിക്ക് താമസിക്കാലോ. എല്ലാം ക്ലിയർ ആയ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? മോൾക്ക് അവിടുന്ന് നേരെ ശബരിയുടെ വീട്ടിലേക്ക് തന്നെ പോവാലോ. അതെന്താച്ചാ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കുന്നത് അച്ഛന് ഇഷ്ടല്ലേ? ആ നിധിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ശബരിയേട്ടൻ 20 ലക്ഷം രൂപയാ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തത്. അതുകൊണ്ട് ആ നഷ്ടപരിഹാര തുക തിരിച്ചു കൊടുത്ത് നന്ദുവിന്റെ നോമിനി എന്ന കളങ്കം മായ്ച്ചു കളഞ്ഞാലേ എന്നെ ഭാര്യയെ അംഗീകരിക്കാൻ പറ്റുമെന്നാ ശബരിയേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇൻഷുറൻസ് കമ്പനിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്താ എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. എനിക്ക് വേണ്ടി ചെലവാക്കിയ ആ 20 ലക്ഷം രൂപ ശബരിയേട്ടൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങണം. അല്ല, നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനോ? അല്ല, അതിന് നിന്റെ അവിടെ നിന്ന് അത്രയും പണം അതച്ഛൻ തരും. എന്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് സംഭവിച്ചൊരു തെറ്റല്ലേ, അത് തിരുത്തേണ്ടത് അച്ഛന്റെ കടമയല്ലേ. അതിന്റെ പേരിൽ ശബരിയേട്ടന് നഷ്ടം വരാൻ പാടില്ല. അതല്ലേ അച്ഛൻ അതിന്റെ ശരി? ആ പണം ഞാൻ തന്നെ കൊടുക്കേണ്ടത്, ശബരിയല്ല. അത് ഞാൻ ചെയ്തോളാം മോളെ. നീയും ശബരിയും ഒരുമിച്ച് തന്നെ ജീവിക്കണം. അതിനുവേണ്ടി അച്ഛൻ എന്തും ചെയ്തോളാം. ശരിമ്മോ, ഞാനൊന്ന് ഇറങ്ങാം. അവിടെ എത്തിയിട്ട് വിളിക്കാം. സത്യേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയും ഇന്ദ്രേട്ടനും കഴിക്കാനിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ട്രാവൽസിലെ മൊത്തം ചാർട്ട് എടുത്ത് നോക്കി. 4-5 ദിവസത്തേക്ക് പ്രത്യേകിച്ച് ഓഫീസ് വർക്കുകൾ ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരത്തോടെ വണ്ടികളൊക്കെ ട്രിപ്പിനും പോകും. നമുക്കൊരു യാത്ര പോയാലോ? ഇന്ദു ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സത്യേട്ട ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തല്ലോ. അത് അങ്ങനെയല്ല, എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഇന്ദു അത് ഓർമ്മിപ്പിച്ചപ്പോ എനിക്കും അത് ലേറ്റ് ആക്കണമെന്ന് തോന്നി. പിന്നെ ട്രാവൽസിലെ കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോ പെട്ടെന്ന് പോവാന്ന് കരുതി. അല്ല, നിനക്ക് മൂടില്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. എന്റെ മൂഡ് നോക്കണ്ട, സത്യേട്ടൻ പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ. പക്ഷേ അമ്മ സമ്മതിക്കുന്ന എന്റെ സംശയം. ഞാൻ രാവിലെ ഒന്ന് വീട്ടിൽ പോകട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ നേരെ ചാടിക്കടിക്കാൻ വന്നു അമ്മ. എന്നിട്ട് നീ വീട്ടിൽ പോകണ്ടെന്ന് വെച്ചോ? ഉച്ചവരെയുള്ള ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോവും. സത്യേട്ടൻ സമ്മതിച്ചാൽ മാത്രം.
നീ വാ, നമുക്കേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സത്യനെ വിളിക്കാനല്ലേ പ്രതിഭ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അവന്റെ കൈക്ക് പിടിച്ച് കൊണ്ടുവരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ പോലും ആരെങ്കിലും വേണ്ടേ? ഇന്ദ്രന് വെള്ളം കൊടുക്കാതെയാണ് നീ പോയത്. ഇന്ദ്രേട്ടനും അമ്മ ഇവിടുത്തെ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ, അടുത്തിരുന്ന് നൂട്ടാൻ. പ്രതിഭ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുമായിരുന്നു. സപ്പോർട്ട് ചെയ്തോടാ, സപ്പോർട്ട് ചെയ്തോ. ഭാര്യയെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴേ തന്നെ മൂത്തവരെ ധിക്കരിക്കാൻ പഠിപ്പിച്ചാലേ അവസാനം നിന്റെ ഭാര്യ നിന്റെ തലയിൽ തന്നെ ചവിട്ടി നിൽക്കും. ഓ എന്റെ അമ്മേ. പിന്നെ അല്ലാതെ വന്ന് കയറിയോളെ വെക്കേണ്ടടുത്ത് വെക്കണം. നിന്റെ ഭാര്യനെ അഹങ്കാരിയാക്കിയത് ഇവനൊരുത്തനാ. അമ്മേ, ദേവി ഏത് ആഹാരം കഴിക്കുമ്പോ വഴക്കിടല്ലേ? അവന് കഴിച്ചിട്ട് ട്രാവൽസിൽ പോകണല്ലേ? എനിക്ക് ചിലതൊക്കെ കണ്ടാ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലേ മരുമക്കൾ വാഴാത്ത വീടായത്. എടി, അവന്റെ തൊണ്ടയിൽ ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക്. ഏട്ടാ, ഞാൻ പ്രതിഭയും കൊണ്ട് ചെറിയൊരു യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. ആ, ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായല്ലോ, നന്നായിടാ. ട്രാവൽസിലെ വലിയ വണ്ടികളൊക്കെ ഇന്ന് ലോങ് ട്രിപ്പായിട്ട് പോകും. പിന്നെ 3-4 ദിവസം പൊതു അവധി ആയതുകൊണ്ട് സ്കൂൾ ട്രിപ്പുകളും ഇല്ല. അപ്പോ ഇന്ന് തന്നെ മൂന്നാറിലേക്ക് വിട്ടാലെന്ന് വിചാരിക്കാം. എടാ, ഇന്നോ? ഇത്ര പെട്ടെന്ന് തീരുമാനിച്ച വണ്ടി കിട്ടണ്ടേ? മൂന്നാറിലേക്ക് 2 ടിക്കറ്റ് ഒപ്പിക്കാന്ന് ഗ്രാൻഡ് ടൂർ ആൻഡ് ട്രാവൽസുകാർ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് അവരുമായിട്ട് ടൈപ്പ് ഉള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇന്ന് തന്നെ വിട്ടോ, അല്ലേ അമ്മേ? എന്നോട് ചോദിക്കണ്ട. ഞാൻ നീ പോണ്ടെന്ന് പറഞ്ഞ് ഇവര് പോകാതിരിക്കോ?